ഹലോ. ഈ ഒരു അലവലാതീനെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണല്ലോ ദൈവമേ. ഇതിനെ വേണ്ട 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 എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നതനുസരിച്ച് ഈ കാലമാടൻ എന്തേലൊക്കെ കൊണ്ടുവന്ന് വീണ്ടും 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 വീഡിയോ ചെയ്യിക്കും. എടോ ആണിൻ്റെ കൂട്ടത്തിലും പെണ്ണിൻ്റെ കൂട്ടത്തിലും കൂട്ടാൻ പറ്റാത്ത അലവലാതി. നീ ഒരു അലവലാതിയാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഇത്രയും വൃത്തികെട്ട ജന്തു ആണെന്ന് ഇപ്പോഴാണോ മനസ്സിലായത്? നീ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൽ നീ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഞാൻ ഇവിടെ കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ കേൾപ്പിക്കാം. ആൾക്കാർക്ക് ഞാൻ എന്നോട് ചോദിക്കുക, ജാസ്തി എന്താണ് ജാസ്തി സർജറി ചെയ്തത് ഞങ്ങൾ കാണണം. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. അവർ മില്ലിന് അടിച്ചൊരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ. കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. എടാ പന്ന മോനെ, നീ ഈ പറഞ്ഞ പെൺകൊച്ചിനെ വിളിച്ചിട്ട് വീഡിയോ കോൾ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ വിളിച്ചിട്ട് ആ കൊച്ച് വീഡിയോ കോൾ ഓൺ ചെയ്തപ്പോ ഈ പരനാറി ഡ്രസ് ഊരി അങ്ങ് കാണിച്ചു കൊടുത്തേക്കുന്നു. എടാ ഡബിൾ ഡാഡി സിൻഡ്രോം കൊണ്ട് നടക്കുന്ന പരനാറി, നിനക്ക് ഉളുപ്പുണ്ടോ? നീ വായെടുത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ സ്ത്രീ ആവാൻ നടക്കുവാണെന്ന്. എന്നിട്ടാണോടാ പുല്ല ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നത്? എടാ പന്ന പുല്ലേ, നീ പെണ്ണാന്നതിനേക്കാളും പേര് നീ എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണോടാ നാറി. എന്നെ നീ പെണ്ണായിട്ട് വേണം ഓരോ പെൺപിള്ളേരെ വീഡിയോ കോൾ വിളിച്ചിട്ട് അതും കൂടെ കാണിച്ചു കൊടുക്കാൻ. ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കുകയാണ്. അതേ ഒരു അത്രത്തോളം പെയിൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത്. കാരണം നമ്മളെ ശരീരത്ത് കുറേ വലിയ മുറികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ കാണുമ്പോൾ വേറൊരു ട്രാൻസ് പെൺകുട്ടി ഉണ്ടായിരുന്നു, കണ്ണാടി ഇതുവരെ നോക്കാൻ പാടുള്ളൂ, താഴത്തേക്ക് നോക്കാൻ പാടില്ല എന്ന്. എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടിയാണ്, ഫുള്ളായിട്ട് കാണും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. മടല് ഈയടാ പന്ന മോനെ, നിനക്ക് കമ്പയർ ചെയ്യാൻ വേറെ ഒന്നും കിട്ടിയില്ല. അമ്മ പ്രസവിച്ച് കുഞ്ഞിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ് അവനെ സിലിക്കോൺ കുത്തിപ്പിടിച്ച് വെച്ചപ്പോൾ ഉണ്ടായ സന്തോഷം. എടാ ലേശ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം നിനക്കൊക്കെ ഉണ്ടാവണം. അതില്ലാത്തോണ്ടാണ് നീ പിന്നെ ഈ പണ്ടാരം പിടിച്ച കോപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും പബ്ലിക്കിലോട്ട് വരുന്നത്. ഉളുപ്പില്ലാത്ത നാറി. അവന്റെ ഒരു ഉപമ. എടാ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടാ? പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് അവന്. ഞാൻ എന്റെ വായില് വേറെ വല്ലതൊക്കെയാ വരുന്നത്. റീച്ച് ആവുന്നത് എനിക്കും അതുകൊണ്ട് ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് കിട്ടുന്ന വളരെ നല്ല കാര്യം. കാരണം 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ച് എന്താ പറയാ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടല്ല എനിക്ക് ചെയ്തു തരുന്നത്. അത്രയും സന്തോഷമാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോളണം. നിങ്ങൾ ട്രോളുമ്പോഴാണ് എനിക്കതിങ്ങനെ ആ വായിൽ ഇംഗ്ലീഷും മര്യാദക്ക് വരത്തില്ല, മലയാളവും മര്യാദക്ക് വരത്തില്ല. എടാ നീ ഏതെങ്കിലും ഒരു ഭാഷ ആദ്യമായി പഠിക്ക്. അവന്റെ ഫ്ലാബ്ലാസ് എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി. നാട്ടുകാർ ചില ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടാണ്, അതില്ലാന്ന് പറയുന്നില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എന്തിൻ്റെയൊക്കെ കേടാവായിരിക്കും ഒരു ബോധവും ഇല്ല. നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗതികേടുണ്ടല്ലോ. ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഇവരൊക്കെ അക്കൗണ്ടിൽ എൻ്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് അത്രത്തോളം പ്രൊമോഷൻ അല്ലേ, ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു. പ്രൊമോഷൻ തേങ്ങാ കൊല ഒലക്കേടെ മൂട്. എടാ നിന്റെ വീഡിയോ എടുത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് നിനക്ക് പ്രൊമോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊന്നും അല്ല. നിന്നെ പോലുള്ള ഒരു പരനാറി ആൾക്കാരെ പറ്റിച്ച് നടക്കുന്നുണ്ടല്ലോ, അതെടുത്ത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന. കാരണം നിന്നെ പോലെ ഒരുത്തനെ വിശ്വസിക്കുന്ന കുറെ എണ്ണങ്ങൾ കാണും ഇപ്പോഴും. ജാസി തേങ്ങയാണ്, മാങ്ങയാണ്, ഞാൻ ഒന്നും പറയുന്നില്ല. എടാ നിന്നെ കുറിച്ചിട്ട് നിരന്തരം വീഡിയോ ചെയ്യുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഒരു ഫഹദ്. എൻ്റെ പൊന്നോ, ഇപ്പൊ ആ മനുഷ്യനോട് എനിക്ക് ബഹുമാനം തോന്നുന്നു. അങ്ങേര്
ഇവനെ കുറിച്ചിട്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോഴേ എനിക്ക് ഇതിനോടൊക്കെ സഹതാപമായിരുന്നു. ദൈവമേ, അങ്ങേ ആ സാധനം എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോട്ടെ, ഇങ്ങനെ എന്തിനാ അയാളുടെ പിറകെ നടക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് ആ ഫഹദിൻ്റെ അടുത്ത് ബഹുമാനം തോന്നുന്നു. ഇതുപോലെയുള്ള നാറിനെ അങ്ങേരെ ഓരോന്ന് പറഞ്ഞ് എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്നല്ലോ, സന്തോഷം. നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ. നിനക്കൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് ആണല്ലോ വേണ്ടത്. അങ്ങേരെ എല്ലാ വീഡിയോയിലും വിളിക്കുന്ന ഒരു വാക്കുണ്ട്, ഒരു കൂ വെച്ചിട്ട്. ഇതൊക്കെയാണ് നിന്നെ വിളിക്കേണ്ടത്. ഈ നാറി ഒരു പെൺകുട്ടിക്ക് ഞാനിത് കാണിച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ, ഈ നാറി ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തെന്നാ. പക്ഷെ ഈ പരനാറി ചെയ്ത എന്താണെന്നറിയോ, ആ പെങ്കൊച്ച് വീഡിയോ കോൾ ഓൺ ചെയ്തപ്പോൾ ഇവൻ ഡ്രസ്സ് ഒരു കാണിച്ചു കൊടുക്കുന്നു. പന്ന വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അത് വന്നിട്ട് യൂട്യൂബിലും പറഞ്ഞേക്കുന്നു. വൃത്തികെട്ട ജന്തു. ആ പെണ്ണ് കുറച്ച് മാന്യതയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇവൻ ഡ്രസ്സ് ഊരിയപ്പോൾ തന്നെ ഫോൺ അങ്ങ് മറച്ചു പിടിച്ചു. വൃത്തികെട്ടവൻ. എൻ്റെ പൊന്നു ദൈവമേ, ഇവൻ ആ ബ്രസ്റ്റ് സർജറിക്ക് പകരം ഡൗൺ സർജറി വല്ലതുമാണ് ചെയ്തിരുന്നെങ്കിൽ ഈ നാറി അതും കാണിച്ചു കൊടുത്തേനെ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് ഞാൻ ഒരു പെൺകുട്ടിക്ക് ഇത് കാണിച്ചു കൊടുത്തു. മടല്. ഈ നാറിയുടെ പേരിൽ ആർക്കെങ്കിലും കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? കുറച്ച് നാൾ അകത്ത് കിടക്കട്ടെ, പുറത്തുള്ള ആൾക്കാർക്ക് കുറച്ച് സമാധാനം കിട്ടും. ഈ നാറിനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. എവിടെ നോക്കിയാലും ഇവന്റെ വീഡിയോസ്, കാര്യങ്ങൾ, തേങ്ങ മാങ്ങ, മടുത്ത് മനുഷ്യന്റെ പണ്ടാരം. ശരിയെന്നാ, മിക്കവാറും ഈ വിഷയത്തിനെ കുറിച്ചിട്ടുള്ളത് എൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. എനിക്ക് മടുത്തോണ്ടാ. ഇവനൊരു ഉളുപ്പില്ലെങ്കിലും ഇത് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാവുമല്ലോ.